കഥയുടെ തുടക്കം തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എന്തോന്ന് മോഷ്ടിച്ച് പുറത്തു വരുന്ന ഒരു റമ്യയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കഥാനായകൻ. നമ്മുടെ റമ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ കൂട്ടുകാരനെ പോലെ ഈ വേസ്റ്റ് ഭക്ഷണമൊന്നും അവൻ കഴിക്കില്ല. നല്ല ടേസ്റ്റുള്ള വൃത്തിയുള്ള ഫുഡ് അവൻ കഴിക്കുള്ളൂ. നമ്മുടെ റമ്യയ്ക്ക് ഒരു കഴിവുകൂടി ഉണ്ട് കേട്ടോ. അവനക്ക് ഏതെങ്കിലും ഭക്ഷണം വനത്താൽ അവനക്കത് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നെല്ലാം അവനക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കൂടി അവനക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ടീമിൻ്റെ ലീഡറായ അവൻ്റെ അച്ഛൻ അവനക്കൊരു ജോലി ഏൽപ്പിക്കുകയാണ്. ഇവിടെയുള്ള ഭക്ഷണം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കുന്നതാണ് അവൻ്റെ ജോലി. റമ്യയുടെ അച്ഛന് ഫുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കഴിക്കുന്ന ഒരു സാധനം മാത്രമാണിത്. പക്ഷേ റമ്യയ്ക്ക് അങ്ങനെയല്ല കേട്ടോ. റമ്യയ്ക്ക് ഫുഡ് ആസ്വദിച്ച് കഴിക്കാനാണ് അവനക്കിഷ്ടം. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാണ്ട് മുത്തശ്ശീൻ്റെ അടുക്കളയിൽ വേഗം പോകും. അവിടെയുള്ള സ്ട്രോബെറിയും ചീസൊക്കെ അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനക്കത് ഒറ്റയ്ക്ക് കഴിക്കാനല്ല, അത് രണ്ടും കൂടി മിസ്സാക്കി കഴിക്കാനാണ് അവനക്കിഷ്ടം. അതാകുമ്പോൾ ഒരു രുചിയുടെ ആസ്വദിച്ച് കഴിക്കും. മാത്രമല്ല അവിടെയുള്ള ടി വിയിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓടുകയാണ്. അതിലുള്ള ഷെഫിനെയും റമ്യ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അയാളുടെ പേരാണ് കിസ്റ്റോ. റമ്യയ്ക്ക് അയാളെ സ്വപ്നത്തിലൊക്കെ ഒരു ദൈവം എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു റമ്യയ്ക്ക് അയാളെ. അപ്പോൾ അവിടുത്തെ മുത്തശ്ശി എണിക്കുന്ന സമയത്ത് റമ്യ വേഗം ഓടി പുറത്തെത്തുകയാണ്. അപ്പം അവനക്ക് അവിടെ നിന്ന് ഒരു മഷ്റൂം കിട്ടുകയാണ്. അതെന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി വീട്ടിലെ എമിലീനെ അവിടെ കാണുന്നത്. എൻ്റെ കയ്യിൽ ഒരു ചീസിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ റമ്യ എമിലിനോട് പറയുകയാണ്, നമുക്ക് ഈ ചീസും മഷ്റൂമും കൂടിയിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതെന്തായാലും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, ഇത് ചൂടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്തെയും മുത്തശ്ശീൻ്റെ വീട്ടിൻ്റെ മോളിലേക്ക് പോവാണ് കേട്ടോ. ഈ ചാനലൊക്കെ കാണുന്ന ഒരു സാധനമില്ലേ, അതിൽ കുത്തി വെച്ചിട്ടുണ്ട് ഇവർ ചൂടാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇടിമിന്നൽ ഉണ്ടായിട്ട് ആ കറണ്ട് മൊത്തം അവരുടെ മേത്ത് കയറിയാണ് കേട്ടോ. പക്ഷെ അവർ രണ്ടുപേരും താഴെ വീണിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ കുക്ക് ചെയ്യാൻ വെച്ച ആ മഷ്റൂം നല്ല വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിലെന്തൊക്കെയോ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ തോന്നാത്തതുകൊണ്ട് നമ്മുടെ റമി ഉപ്പും മുളകൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ എമിലിനെ കൂട്ടിയിട്ട് അടുക്കളയ്ക്ക് വരികയാണ്. ഓരോ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ ടി വിയിൽ ഇങ്ങനെ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു പാചകക്കാരനുണ്ടാകുന്നില്ലേ, അയാളുടെ പ്രോഗ്രാം ആയിരുന്നു അത് ആരാണെന്ന് എമിലി ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റമ്മി പറഞ്ഞു കൊടുക്കുകയാണ്.